എല്ലാ പ്രേക്ഷകർക്കും കോക്ടെയിലിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. 500-ന്റെയും 1000-ന്റെയും നോട്ടുകെട്ടുകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കോടീശ്വരന്മാരെ ഇച്ഛ വരപ്പിക്കാനാണത്രേ ആരോരും അറിയാതെ മോദിജി നോട്ടുകൾക്ക് കടലാസിന്റെ വിലയിട്ടത്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ ഇച്ഛ വരച്ചത് ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരാണ്. കള്ളപ്പണക്കാരൊക്കെ ബുദ്ധിയില്ലാത്ത കൂട്ടങ്ങളാണെന്ന് വിചാരിച്ചാണ് മോദിജി ഈ കടുംകൈ ചെയ്തത്. പക്ഷേ മോദിജിയെ വിറ്റ കാശ് വരെ ഈ കള്ളപ്പണക്കാർ കള്ളപ്പണമാക്കി വെച്ചിട്ടുണ്ടെന്നുള്ളത് വേറെ കാര്യം. എന്തായാലും ഇനിയും 2 ദിവസം കൂടി പൊതുജനം മുക്രയിടും. അർദ്ധരാത്രി മുതൽ 500-ഉം 1000-ഉം രൂപയുടെ നോട്ടുകൾ അസാധുവാക്കിയിരിക്കുന്നത് ഇന്ത്യൻ സമ്പദ്ഘടനയിലെ വലിയൊരു സ്തംഭനം തന്നെ സൃഷ്ടിക്കാൻ പോയി. ഏതായാലും 9-ാം തീയതി ബാങ്കുകൾ അടച്ചിടുക. ആളുകൾക്ക് എന്തിൻ്റെ അടിസ്ഥാനം, നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ അങ്ങനെ എന്തെങ്കിലും വേണം. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ആളുകൾ കാശ് കൊണ്ടാണ് കാര്യങ്ങൾ നടത്തുന്നത്. അവരുടെ കയ്യിലുള്ള 500 രൂപ നോട്ട് 500 രൂപ നോട്ട് ഇപ്പോൾ സാധാരണക്കാരൻ്റെ കൈവശമുള്ളത് 1000, അതൊക്കെ ലീഗൽ ടെൻഡർ അല്ലാതെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക ഇടപാടുകൾ പൂർണ്ണമായ സ്തംഭനത്തിലേക്ക് പോകും. 500-നും 1000-നും വിലയില്ലാതായതോടെ ഈ കാശൊക്കെ തൂക്കി വിൽക്കേണ്ട അവസ്ഥയിലാണ് കേരളത്തിലെ ചില നോട്ടെണ്ണൽ വീരന്മാർ. കയ്യിലുള്ള 1000-ഉം 500-ഉം ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കാൻ പെടാപ്പാട് പെടുകയാണ് നാട്ടുകാർ. ഇന്ത്യ പ്രിന്റ് ചെയ്യുന്ന അതേ നോട്ടുകൾ ബംഗ്ലാദേശും പാകിസ്ഥാനും പ്രിന്റ് ചെയ്ത് ഇന്ത്യയിൽ എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ പുതിയ നോട്ടുകൾ പ്രിന്റ് ചെയ്ത് വരാൻ കുറേ കാലതാമസം എടുക്കും. അപ്പോൾ സ്വാഭാവികമായി ഇപ്പോൾ ഈ ബംഗ്ലാദേശിൽ നിന്നും അതുപോലെ തന്നെ പാകിസ്ഥാനിൽ നിന്നും ഇവിടെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന നോട്ടുകൾ വെറും കടലാസ് കഷ്ണങ്ങളായി മാറുകയാണ്. ഒരു ടിപ്പായിട്ടെങ്കിലും 1000 രൂപ ചോദിച്ചിരുന്നവർക്ക് പോലും ഇപ്പോൾ അത് വേണ്ടത്രേ. പകരം 100 രൂപ കിട്ടിയാൽ തന്നെ സന്തോഷം. ഒരു 100 രൂപ കിട്ടാനുള്ള നെട്ടോട്ടമാണ് ഇപ്പോൾ കാണുന്നത്. സാധാരണക്കാരൻ്റെ കള്ളപ്പണം പിടിച്ച് കൃതാർത്ഥനായ മോദിജി അദാനിയുടെയും അംബാനിയുടെയും കള്ളപ്പണം കൂടി പിടിക്കുമോ എന്നേ ഇനി അറിയേണ്ടൂ. അങ്ങനെ ലോകത്തെ ഞെട്ടിച്ച് ട്രംപ് അമ്മാവൻ അമേരിക്കൻ പ്രസിഡന്റായി. അമ്മാവന്മാരെയാണ് അമേരിക്കക്കാർക്ക് ഇഷ്ടമെന്ന് ഇതോടെ ലോകത്തിന് മനസ്സിലായി. ചില പ്രത്യേക വിഷയങ്ങളിൽ അതീവ തൽപരനായ ട്രംപ് അമ്മാവൻ തങ്ങൾക്കും അതിനുള്ള സൗകര്യം ഒരുക്കുമെന്ന് അമേരിക്കക്കാർ കരുതി കാണും. എന്തായാലും അമേരിക്കക്കാരുടെ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കാൻ ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് കഴിഞ്ഞു. This is a historic night. The American people have spoken and the American people have elected their new champion. ഒരു കോടീശ്വരനെ പ്രസിഡന്റാക്കി നോക്കാം എന്ന് തന്നെയാണ് ഭൂരിഭാഗം അമേരിക്കക്കാരും ചിന്തിച്ചത്. അതായത് പണത്തിന് മുകളിൽ അമേരിക്കൻ പരുന്തും പറക്കില്ല. കാശുള്ളവനെ പിണക്കുന്നത് ബുദ്ധിയല്ല എന്ന് അമേരിക്കക്കാർ ചിന്തിച്ചു കാണണം. We're going to dream of things for our country and beautiful things and successful things once again. റേഷൻ പ്രശ്നത്തിൽ പ്രതിപക്ഷത്തിന്റെ സങ്കടം ഇതുവരെ മാറിയിട്ടില്ല. റേഷൻ പ്രശ്നം സർക്കാർ പരിഹരിക്കുന്നില്ല എന്നുള്ളതല്ല അവരുടെ സങ്കടം. തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം കഴിഞ്ഞ സർക്കാരിനെ ഈ ഭരണപക്ഷം കുറ്റപ്പെടുത്തുന്നു എന്നതിലാണ് സങ്കടം. UDFന്റെ കാലത്ത് റേഷൻ ആവശ്യങ്ങൾക്കായി ദില്ലിയിൽ കേന്ദ്രത്തിന്റെ തിണ്ണ നിരങ്ങിയ അനുഭവങ്ങൾ വിവരിക്കുകയാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് തന്നെ അതാണ്, ഞാൻ നന്നായി പറയും എന്നിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഉള്ള കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് അരി കിട്ടാത്തത്. UDF ഭരിക്കുമ്പോഴും കേന്ദ്രത്തിൽ പല സിസ്റ്റം ചേഞ്ചും വന്നിട്ടുണ്ട്. അരി ലഭിക്കുന്നതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അന്നത്തെ മുഖ്യമന്ത്രിയും ഭക്ഷ്യമന്ത്രിയും നിരന്തരം ഡൽഹിയിൽ പോയി നമ്മുടെ കാര്യം പറഞ്ഞ് പടവെട്ടി വാങ്ങിയാണ് കേരളത്തിൽ അരി താഴേക്കടയിൽ എത്തുമ്പോൾ അരി കിട്ടാതിരിക്കുക എന്നുള്ളൊരു പ്രശ്നമില്ലാതെ 5 കൊല്ലം കൊണ്ട്. ഇങ്ങനെ കള്ളം പറഞ്ഞും പേഞ്ഞുമൊക്കെ റേഷൻ വാങ്ങാൻ പോയതിൻ്റെ പ്രശ്നമാണ് കേരളം ഇന്ന് അനുഭവിക്കുന്നത്. മര്യാദയ്ക്ക് ചോദിച്ചു മേടിക്കാനുള്ള ഉശിര് അല്ലായിരുന്നോ സാറന്മാർ അന്ന് കാണിക്കേണ്ടിയിരുന്നത്?